കരുമാലൂർ FMCT ഹയർ സെക്കൻഡറി സ്കൂളിലെ 1989 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടി. സ്കൂൾ ഹാളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഫാദർ ജോഷി ഉദ്ഘാടനം ചെയ്തു. കരുമാലൂർ FMCT ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 1989 SSLC പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ ഒരു വട്ടം കൂടി സ്കൂളിൽ ഒത്തുചേർന്നു. സ്കൂൾ ഹാളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഫാദർ ജോഷി ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക മതത്തിൽ വിവാഹ ദിനത്തിൽ ബൈബിളിൽ വലതുകരം വെച്ചിട്ട് പ്രതിജ്ഞയെടുക്കും. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ മരണം വരെ വിശ്വസ്തരായി ജീവിച്ചു കൊള്ളാം. ഇതാണ് പ്രതിജ്ഞ. ടീച്ചർ പറഞ്ഞു, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ എൻ്റെ ഭർത്താവ്. ബൈബിളിൽ ഞങ്ങൾ വലതുകരം വെച്ച് പ്രതിജ്ഞ എടുത്ത ആ ദിനം എൻ്റെ മനസ്സിലുള്ളിടത്തോളം കാലം എൻ്റെ ജീവിത പങ്കാളി എനിക്ക് തള്ളിപ്പറയാൻ പറ്റത്തില്ല. പറഞ്ഞ പോലെ എൻ്റെ മകൻ ചിലപ്പോൾ കല്യാണം കഴിക്കാം, അവൻ ചിലപ്പോൾ ജോലി നേടാം, വിദേശത്ത് പോകാം, മാറി താമസിക്കാം. അങ്ങനെയൊക്കെ സംഭവിച്ചാലും എനിക്ക് എൻ്റെ ഭർത്താവായിരിക്കും അവസാനം വരെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഭർത്താവാണ് എനിക്കെല്ലാം. ആ ഓഡിറ്റോറിയം മുഴുവൻ നീണ്ട കരഘോഷം മുഴക്കി. ഈ സാറ് നടുവിലിരുന്ന് മോനോട് ചോദിച്ചു, എന്താണ് നിനക്ക് പറയാനുള്ളത്? കാരണം അമ്മയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മോൻ പറഞ്ഞു, എൻ്റെ അമ്മ പറഞ്ഞതാണ് ശരി. കാരണം എന്നെ എൻ്റെ അപ്പച്ചൻ എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുള്ളത് ഇതേ സത്യം തന്നെയാണ്. എൻ്റെ പ്രിയമുള്ള സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് തന്ന ഒരു ജീവിത പങ്കാളി, ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത, പല സ്വഭാവങ്ങളുള്ള അല്ലെങ്കിൽ പല കൾച്ചറുള്ള വ്യക്തിയായിരിക്കാം. പക്ഷെ എന്നാലും ദൈവം തന്ന ജീവിത പങ്കാളിയെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ജീവിത പങ്കാളിയെ, എനിക്ക് ജീവൻ തന്ന എൻ്റെ ജീവിത പങ്കാളിയെ ഒന്ന് നിറമനസ്സോട് സ്നേഹിക്കാനായിട്ടുള്ള ഒരു ആഹ്വാനം ഈ ജൂബിലി നമുക്ക് നൽകുന്നുണ്ട്. ആലുവ വിദ്യാധിരാജ വിദ്യാഭവൻ സ്കൂൾ അധ്യാപിക സീമ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. രേണുക PP, ജീസൺ, KR രാജേഷ്, നിസാർ, അനിൽ, സുനിൽ, രാജീവ് എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളിൽ 25 വർഷം വൈവാഹിക ജീവിതം പൂർത്തിയാക്കിയവരെ പുരസ്കാരം നൽകി ആദരിച്ചു. ഒരു കാര്യത്തിൽ ഇടപെടുന്ന ആളുകളല്ല. എന്റെ സഹോദരനും കൂടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എല്ലാവരും ഒരു പ്രത്യേക രീതിയിൽ വരുന്ന ഒരു കുടുംബമാണ് അവര്. പക്ഷെ ആ ശ്രീലതയും ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് എന്നോട് നിനക്ക് വേറെ പണിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കി അവസാനം ഒരു മെസ്സേജ് ഇട്ട് ഒരു വണ്ടി ഓടി പോകുന്ന ഒരു ഫോട്ടോ കൂടി ഇട്ട് കൊടുത്തു. ഇത് ആരും ഇട്ടത് അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീലത വിളിച്ചിട്ട് നിന്റെ കാരണം ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞു. എന്നതുപോലെ ഇപ്പോൾ അവസാനമായിട്ട് എത്തിയ സുനിത ഉൾപ്പെടെ ഇപ്പോൾ ഏകദേശം 80 പേരിൽ ഇവിടെ എത്തിക്കഴിഞ്ഞു. നമ്മൾ 75 പേരാണ് പ്രതീക്ഷിച്ചത്, 80 പേരിൽ കൂടുതലായി. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും പുരസ്കാരങ്ങൾ നൽകി. സ്കൂളിലേക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെ വകയായി ഒരു പ്രസംഗപീഠം സമ്മാനിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ജിഷ, അധ്യാപിക സുബൈദ എന്നിവർക്ക് വിദ്യാർത്ഥികൾ പ്രസംഗപീഠം കൈമാറി.